ഇന്നാണെങ്കിൽ രാവിലെ എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ വൈകിട്ട് നമ്മൾ കുറച്ച് ചീനി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനത് വൈകിട്ട് വെച്ചില്ല കേട്ടോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചീനി പുഴുങ്ങിയതും മുളകുടച്ചതും കാന്താരി മുളകുടച്ചതായിരുന്നു കേട്ടോ. ഏത്തയ്ക്ക പുഴുങ്ങിയതും ചായയൊക്കെ കുടിച്ചുകൊണ്ട് മീൻ വെട്ടാനായിട്ട് പോയിട്ടോ. മീൻ വെട്ടാൻ പോയപ്പോൾ അമ്മ പറഞ്ഞു അമ്മ മീൻ വെട്ടാൻ നല്ല ഇലയും കുഞ്ഞൻ ചാളയായിരുന്നു. അങ്ങനെ അമ്മയെ കൊണ്ട് മീൻ വെട്ടാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഉള്ളി അങ്ങ് വഴറ്റാമെന്ന് വിചാരിച്ചു. കടുക് വറക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളും ചട്ടിയും തമ്മിൽ നല്ല ഗ്യാപ്പ് ഇടുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഗ്യാപ്പിട്ട് കടുകൊക്കെ വറുത്തതിന് ശേഷം നമ്മുടെ മീൻകറിക്ക് വേണ്ടുന്ന ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം കൂടെ നന്നായിട്ടിട്ടങ്ങ് വഴറ്റി തക്കാളി ഇടാറുണ്ട് കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ അല്ല മിക്കപ്പോഴും മീൻകറിക്ക് തക്കാളി ഇടാറുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ വറക്കാനുള്ളതും കറി വെക്കാനുള്ളതെല്ലാം സെപ്പറേറ്റ് തന്നു. ചാള നമ്മൾ നാളത്തേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ അങ്ങോട്ട് സെറ്റാക്കിയതിന് ശേഷം മാങ്ങ ഒഴിച്ചറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നല്ല പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ മാങ്ങ നമ്മുടെ തേങ്ങയൊക്കെ അരച്ചങ്ങ് വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഒഴിച്ച് കറിക്ക്. അങ്ങനെ നമ്മൾ കടുക് വറക്കുന്ന കൂട്ടത്തിലെ കടുക് വറക്കുമ്പോൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ടാണ് കേട്ടോ വറുത്തൊഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻകറി റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ടേ.